എന്താ മോളെ ഇതൊക്കെ? നീ അവന്റെ അമ്മയെന്ന് പോലും ചിക്കുന് അറിയില്ല. ചിക്കു അവന്റെ സ്വന്തം മോനാണെന്ന് മിഥുനും അറിയില്ല. എന്തൊക്കെയാ നടക്കുന്നേ? സത്യം പറയാനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല അമ്മേ. അതുവരെ ഈ കാര്യങ്ങളെല്ലാം രഹസ്യമായി തന്നെ വെക്കണം. I'm fine. Don't cry. എപ്പോഴാ വന്നത് അങ്കിൾ? അങ്കിളിന് എന്തോ പറ്റിയെന്നറിഞ്ഞ് ചക്കി ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്കിളിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? I'm fine, ചിക്കു. നിന്റെ ഫ്രണ്ട് ആവശ്യമില്ലാതെ പേടിച്ചതാ. അങ്കിളിന് എന്തെങ്കിലും സംഭവിച്ച ചക്കിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടോ ചക്കിക്കരുടെ അച്ഛനെ. പിന്നെ ഉണ്ടല്ലോ അങ്കിളെ, ചക്കിക്ക് സങ്കടം വന്നാല് എനിക്കും സങ്കടം വരും. ഈ ചക്കി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. അയ്യോ, എന്തിനാ മഞ്ജരി നീ എനിക്ക് വേണ്ടി ഇങ്ങനെ റിസ്ക് എടുത്തേ? കാണിച്ചേ. നീ മുറിവ് കണ്ട് സന്തോഷിക്കുകയാണോ? എന്തിനാ ബാൻഡേജിലോട്ട് നോക്കി നിൽക്കുന്നേ? ഇത് വെറും ഒരു ബാൻഡേജ് അല്ല ആന്റി. എനിക്കും മിഥുനും ഇടയിലുള്ള ആദ്യ ബോണ്ടിങ്. അത് വെറും പഴം തുണി കെട്ട് മാത്രമാ. വെറുതെ എന്തിനാ മഞ്ജരി അതിന് താലിയുടെ സെന്റിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നേ? ഇന്ന് എന്റെ കയ്യിൽ പഴംതുണി കീറി കെട്ടിത്തന്ന ആള് തന്നെ നാളെ എന്റെ കഴുത്തിൽ താലി കിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? ദിവാസ്വപ്നവും കണ്ട് നടന്ന് മൂക്കി പല്ല് വന്നെന്നോർത്തോ. താലി കെട്ടാനുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇപ്പോഴും അവനില്ല. അതൊക്കെ ഇനി അങ്ങോട്ട് ഉണ്ടായിക്കോളൂ ആന്റി. ഇത് ചെറിയൊരു ഓർമ്മ പുതുക്കൽ മാത്രം. ഏതേത് ഈ ഒരു ചെറിയ തുണി കെട്ടി തന്നതോ? അതിനൊത്തിരി വലിയ കെട്ട് തന്നെ വേണ്ടി വരും. എന്ന് പറഞ്ഞ ആന്റി ഞാൻ എന്റെ കഴുത്തറുത്ത് കൊടുക്കേണ്ടി വരുമോ? അതിനൊക്കെ നീ വീണ്ടും ജനിക്കേണ്ടി വരും. നീ വാ, വന്ന വല്ലതും കഴിക്കാൻ നോക്ക്. ഇന്ന് എനിക്കുള്ള ഫുഡ് ഈ റൂമിലേക്ക് വന്നോളൂ. ഇവിടേക്കെങ്ങനെ? അതാര് കൊണ്ടുവന്ന് തരാനാ? വേണ്ട വേണ്ട, എനിക്കൊന്നും പറ്റില്ല, പറഞ്ഞേക്കാം. ആന്റി അടുത്ത് ആര് ചോദിച്ചു? മിഥുൻ അത് എനിക്ക് ഇവിടെ കൊണ്ടുതരും. ഇത് കുറച്ച് കടന്ന കൈയായി പോകുന്നില്ലേ? അവൻ എന്തിനാ നിനക്ക് ഇവിടെ ഫുഡ് കൊണ്ടുവന്ന് തരാൻ പോന്നെ? മിഥുന് വേണ്ടി ഞാൻ ഇന്നൊരു വലിയ ത്യാഗം ചെയ്തതല്ലേ. ഐ മീൻ മിഥുന്റെ കഴുത്തിന് നേരെ നീട്ടിയ കത്തിയല്ലേ ഞാൻ ഇടയിൽ കയറി എന്റെ കൈകൊണ്ട് പിടിച്ചു വലിച്ചെടുത്തത്. എന്റെ പൊന്നോ, ഒരിക്കലും നടക്കാത്ത കാര്യം നീ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. ആന്റി ഇപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. താഴേക്ക് ചെന്നിട്ട് മഞ്ജരിയുടെ കൈക്ക് വല്ലാത്ത വേദനയാ, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലെന്നും ഞാൻ തന്നെ മുകളിൽ കൊണ്ടുപോയി കൊടുത്തേക്കാന്നും പറയണം. അത് മതി. അടുത്ത നിമിഷം മിഥുൻ ഫുഡുമായിട്ട് ഇവിടെ എത്തും. നിന്റെ ഈ ഒടുക്കത്തെ ആഗ്രഹം നടക്കുന്ന എനിക്ക് ഒട്ടും നിശ്ചയമില്ല മഞ്ജരി. ആന്റി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യ്, ബാക്കിയൊക്കെ ഞാൻ തന്നെ നടത്തിച്ചോളാം. എന്നാ ശരി, നീ മോഹിക്കുന്നത് പോലെ മിഥുന് നിന്നോട് എന്തെങ്കിലും ഉണ്ടോന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. മിഥുൻ ഫുഡുമായിട്ട് ഇവിടെ പറന്നെത്തുമെന്ന് ഉറപ്പാ. അവൻ തന്നെ എന്നെ അത് കഴിപ്പിക്കുകയും ചെയ്യും. പിന്നെ മുറിവ് കെട്ടിയ കൈകൊണ്ട് നാളെ എന്റെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. നീ കഴിക്കുന്നില്ലേ? എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. സാം മാഡത്തിന്റെ കൈ മുറിഞ്ഞിരിക്കല്ലേ? മാഡത്തിന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ കഴിച്ചോളാം. അല്ല, തന്റെ കൈക്ക് ഇതെന്താ പറ്റിയ സാം? ഡോർ അടയ്ക്കാൻ ശ്രമിച്ചപ്പോ കൈ അതിന്റെ അകത്ത് പെട്ടുപോയി.
സാം എല്ലാ കാര്യത്തിലും നന്നായിട്ട് സൂക്ഷിക്കുന്നയാളല്ലേ, എന്നിട്ടും എങ്ങനെ ഈ കൈ ഡോറിന്റെ ഇടയ്ക്ക് പെട്ടുപോയത്? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. താൻ ചെയ്യേണ്ട മറ്റൊരു ജോലിയിൽ ശ്രദ്ധിച്ചു കാണും. മോം എന്താ അങ്ങനെ പറഞ്ഞത്? ആഹാ, അതൊന്നുമില്ല മിഥുൻ. ഇതെന്റെ മാത്രം കുറ്റം കൊണ്ട് സംഭവിച്ചതാ. ഞാൻ മറ്റെന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ പറ്റിയതെന്ന് ആന്റി പറയായിരുന്നു. അതെ, അത് തന്നെ മിഥുൻ. സംയുക്തയ്ക്ക് ചിന്തിക്കാനായിട്ട് ഒരുപാട് വലിയ കാര്യങ്ങളുണ്ടല്ലോ. നമുക്കത് വല്ലതും അറിയാമോ? ഡാഡി ഇത് എന്തൊക്കെയായി പറയുന്നേ? എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. വലിയായിട്ട് ഇതെന്തിനാ വലുതാക്കുന്നേ? അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിഞ്ഞാൽ എങ്ങനെയാ വിവേക്? സത്യത്തിൽ എത്ര വലിയ അപകടത്തിന്നാ ഇന്ന് തലധാരഴയ്ക്ക് മിഥുൻ രക്ഷപ്പെട്ടത്. അത്രയും വലിയൊരു സംഭവത്തിന്ന് മഞ്ജരി ഒറ്റയ്ക്കല്ലേ അവനെ രക്ഷപ്പെടുത്തിയത്. മഞ്ജരി എവിടെ പോയി ചെറിയമ്മേ? നിന്നെ രക്ഷിക്കുന്നതിനിടെ അവളുടെ കൈ മുറിഞ്ഞില്ലേ? കഷ്ടമുണ്ട്. മുറിഞ്ഞ കൈയുമായിട്ട് പാവം വേദനയും കടിച്ചു പിടിച്ച് മുറി തന്നെ ഇരിക്കുക. ഫുഡ് കഴിക്കാൻ പോലും അവളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. സത്യത്തിൽ അവളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പാവം തോന്നിയടാ. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും അവളുടെ ഫുഡ് എടുത്തുകൊണ്ടുപോയി മോളെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാന്ന് വിചാരിച്ചു. മിഥുൻ, എന്താ മോനെ ആലോചിക്കുന്നത്? ഞാൻ കാരണമാണല്ലോ മഞ്ജരിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാ? നീ എങ്ങോട്ട് മിഥുൻ? മുന്നിൽ ആഹാരം വെച്ചിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ആദ്യം മഞ്ജരിക്ക് ഫുഡ് കൊടുത്തിട്ട് വരട്ടെ. നീ പിടിച്ചിടം ജയിച്ചു മഞ്ജരി. മിഥുൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. വലിയേട്ടാ, കഴിക്കുന്നവർ എഴുന്നേറ്റ് പോലെ. മോം, മഞ്ജരിക്ക് ഫുഡ് കൊടുക്കുക. വേണ്ട വിവേക്, അത് ഞാൻ തന്നെ കൊടുത്തോളാം. ആഹാ, മിഥുന്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഇതാണ്. മിഥുന്റെ ജീവൻ രക്ഷിച്ച മഞ്ജരിയോട് അവനിപ്പോ നല്ല കരുതലും സ്നേഹവും ഉണ്ട്. ഇനി മഞ്ജരിയെ കഴിപ്പിച്ചിട്ടേ അവൻ ഇറങ്ങി വരൂ. ഇതെന്തായാലും വെറൊരു നന്ദി പ്രകടനമൊന്നുമല്ല. പഴയ അടുപ്പം വീണ്ടും തളിരിടുന്നതാ. മിഥുനെ രക്ഷിക്കാൻ വേണ്ടി മഞ്ജരി പെടാപ്പാട് പെട്ടത് ഫലം കണ്ടിരിക്കുന്നു. മിഥുനെ രക്ഷിക്കാൻ വേണ്ടി മഞ്ജരി ഇന്ന് ഒഴുക്കിയിരിക്കുന്ന ചോര നാളെ അവളുടെ നെറുകയിലെ സിന്ദൂരമായി മാറിയാലോ? ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ മിഥുനൊരു മനമാറ്റം ഉണ്ടാവും. മഞ്ജരിയും ഒന്നിച്ചവൻ പുതിയൊരു ജീവിതം തുടങ്ങും. അങ്ങനെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ഞാനായിരിക്കും. കണ്ണ് നിറച്ച ആ കാഴ്ചയൊന്ന് കാണാൻ കൊതിയാവുക. അതിനോടകം എനിക്കും എന്റെ വിവേകിന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. എന്നിട്ട് ഒരേ മുഹൂർത്തത്തിൽ ഒരേ മണ്ഡപത്തിൽ വെച്ച് ചേട്ടന്റെയും അനുജന്റെയും കല്യാണം. ആഹാ, കണ്ണിന് എത്ര സുഖം പകരുന്ന ഒരു കാഴ്ചയാവും. സംയുക്ത,
ഞാൻ നമ്മുടെ കുട്ടികളുടെ കല്യാണ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവളെന്തിനാ ചൊറിഞ്ഞോണ്ട് എഴുന്നേറ്റ് പോയേ? മോം ഫുഡ് കഴിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേ? അപ്പൊ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ പിന്നെ കഴിക്കാതിരിക്കോ? തൽക്കാലത്തേക്ക് ഈ ഡിന്നറിൽ ഒതുക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ചേട്ടാനിയന്മാരുടെ കല്യാണ സദ്യ എനിക്ക് കഴിക്കണം. ഇപ്പൊ മുകളിൽ അടിപൊളി സീനായിരിക്കും. മിഥുൻ മഞ്ജരിക്ക് ചോറ് വാരി കൊടുക്കുമായിരിക്കും. ചേച്ചി, ചെറിയമ്മ അവിടെ വെച്ച് പറഞ്ഞത് കേട്ട് വിഷമമായല്ലേ? അങ്ങനെയൊന്നുമില്ല ചാരു. മിഥുനേട്ടന്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം. പിന്നെന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നത്? ഒരു നേരത്തെ ഭക്ഷണം പോലും എനിക്ക് മിഥുനേട്ടന്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. അതിനെ കുറിച്ച് ഓർത്തപ്പോ സങ്കടം തോന്നിയതാ. നമ്മള് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാ ഇതൊക്കെ. ഇപ്പൊ കണ്ടില്ലേ, ഒപ്പം ഉണ്ടായിട്ട് പോലും നിങ്ങൾ തമ്മിൽ എത്ര അകലത്തിലാണെന്ന്. എന്തിനു വേണ്ടി ചേച്ചി ഇതൊക്കെ? ചേച്ചി സംയുക്തയല്ലാന്നും മേഘനയാണെന്നും മിഥുനേട്ടനോട് എന്തുകൊണ്ടാ ഇനിയും പറയാതിരിക്കുന്നത്? അതിന്റെ ഉത്തരം നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സമയം വേണം. നിന്റെ കൂടി ഭാവിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. മഞ്ജരി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? നിന്നെ അന്വേഷിച്ച് ഞാൻ റൂമിൽ പോയിരുന്നു. എനിക്കറിയാം മിഥുൻ, എനിക്ക് വേണ്ടി നീ ഇപ്പൊ ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന്. നീ എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത്? കാര്യം എന്താ മിഥുൻ? നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാതിരുന്നേ? അതുകൊണ്ട് ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അയ്യോ, എനിക്ക് വേണ്ടി എന്തിനാ മിഥുൻ ഫുഡുമായിട്ട് വന്നത്? ഇതൊന്നും വേണ്ടിയിരുന്നില്ല മിഥുൻ. കഴിക്കാൻ പറ്റാത്ത വിധം കൈ മുറിഞ്ഞിരിക്കല്ലേ? ചെറിയമ്മ ഒന്ന് പറഞ്ഞായിരുന്നു. ഇത് വാങ്ങിക്കേ, എന്നിട്ട് കഴിക്കേ. എന്തുപറ്റി? അത് സോറി, സ്പൂണ് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ? ഇങ്ങിതാ, ഞാൻ വാരിത്തരാം. നീ പറയുന്നത് സത്യമാണോ? ഞാൻ കാരണമാണല്ലോ നിനക്കിങ്ങനെ സംഭവിച്ചത്. ഇങ്ങിതാ, നീ ഇരുന്നോ. സെറ്റ്. ഇത്രയും നല്ലൊരു റൊമാൻറ്റിക് സീൻ കാണുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ മേഘന? കണ്ട് ആസ്വദിച്ചു. ഞാൻ വെള്ളം കൊണ്ടുവരാം. 1 മിനിറ്റ്. മിഥുൻ, അത് സാരമില്ല. എനിക്കിപ്പോ വെള്ളം വേണ്ട. Are you sure? യെസ്. നല്ല ടേസ്റ്റി ഫുഡാണ് മിഥുൻ. ഓ ആണോ? ഞാൻ കുറച്ചുകൂടി എടുത്തോണ്ട് വരട്ടെ? മതി. ഓക്കെ. മിഥുൻ, താങ്ക് യു വെരി മച്ച്.
കെയർഫുൾ മഞ്ജരി. നിന്റെ കൈ നല്ലോണം സൂക്ഷിക്കണം. മിഥുൻ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം മാത്രം മതി. എനിക്ക് മുറിവുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നു. ടേക്ക് കെയർ. മഞ്ജരി ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു മിഥുന്റെയും മഞ്ജരിയുടെയും പ്രണയലീലകൾ? മിസ് സംയുക്ത എന്ന മിസ്സിസ് മേഘനാനന്ദൻ. എക്സ്ക്യൂസ് മീ. ഇനി നിന്റെ വേലത്ര എന്റെ അടുത്ത് വേണ്ട. നീ മേഘന തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ നിനക്കറിയാത്ത മറ്റു ചില കാര്യങ്ങളുണ്ട്. മിഥുൻ എന്നോട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. മനഃപൂർവ്വം ഞാനുണ്ടാക്കിയ എന്റെ കയ്യിലെ മുറിവ് മരുന്ന് വെച്ച് കെട്ടിത്തന്ന മിഥുൻ നാളെ എന്റെ കഴുത്തിൽ താലിയും കെട്ടും. ആ കല്യാണമേളം കാണാൻ വേണ്ടി സംയുക്തയുടെ രൂപത്തിലായാലും കൊള്ളാം, ഇനി മേഘനയുടെ രൂപത്തിലായാലും കൊള്ളാം, നീ ഉണ്ടാവണം. ആ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതെന്താ? നീ മേഘനയാണെന്ന് മിഥുനോട് പറയാൻ പോവാണോ? മഞ്ജരി, മേഘന സാക്ഷാൽ സീതാദേവിയെ പോലെയാണ്. മേഘനയുടെ മിഥുൻ ശ്രീരാമനുമാണ്. അവർക്കിടയിൽ മറ്റൊരാൾക്ക് ഒരിക്കലും സ്ഥാനമുണ്ടാവില്ല. വെറുതെ എന്തിനാ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? നീ മേഘനയാണെന്ന് മിഥുനോട് തുറന്നു പറഞ്ഞേക്ക്. അതിനു മുൻപ് സീതാദേവിയെയും രാമനെയും തമ്മിൽ അകറ്റാൻ പറ്റില്ലെന്ന് നീ മനസ്സിലാക്കണം. ഓൾറൈറ്റ്. എങ്കിൽ ഈ സാമിന്റെ ഡ്രാമ കമ്പനിയുമായിട്ട് നീ എത്ര നാള് മുൻപോട്ട് പോകുന്ന എനിക്കും ഒന്ന് കാണണം. നീ നോക്കി നിൽക്കുമ്പോ മിഥുൻ എന്റെ കഴുത്തി താലി കെട്ടു. ഞങ്ങളുടെ കല്യാണ ശേഷം നീ സാമായിട്ട് തുടരുവോ അല്ലെങ്കിൽ മേഘനയുടെ അവതാരം എടുക്കുമെന്നും പന്തലി വെച്ച് കാണാം. സകലരെയും നോക്കുന്ന എന്റെ ഉണ്ണിക്കണ്ണ, നാളെ നിന്റെ ജന്മാഷ്ടമിയാണ്. എനിക്ക് മുന്നേറാനുള്ള പാത നീ തന്നെ എനിക്ക് കാണിച്ചു തരുമെന്നുള്ള വിശ്വാസമുണ്ട്. നീ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു ഓടക്കുഴലിന്റെ കുറവ് കൂടിയുണ്ട്. ഉണ്ണിക്കണ്ണനും നീയും തമ്മിൽ സെയിം ടു സെയിം. ഫ്ലൂട്ട് കൈ കിട്ടുമ്പോ എന്നെ കാണാൻ ഉണ്ണിക്കണ്ണനെ പോലെ ആണെങ്കിലും അത് കാണാൻ എന്റെ അമ്മ എന്റെ കൂടെ ഇല്ലല്ലോ പപ്പ. അതോർക്കുമ്പോ സങ്കടം വരുന്നു. ഇതുവരെ ജന്മാഷ്ടമി വരുമ്പോ എപ്പോഴും എന്നെ എന്റെ അമ്മയാ കൃഷ്ണനെ പോലെ ഒരുക്കാറുള്ളത്. എനിക്ക് അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പപ്പ. അമ്മ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? ഗൗരമ്മേ, ആ, നീ എത്തിയോ മോളെ? രാവിലെ മുതൽ ചിക്കു നിന്നെ അന്വേഷിച്ച് നടപ്പായിരുന്നു. മോള് വേഗം പോയി ചിക്കുവിനെ കണ്ടിട്ട് വാ. കൃഷ്ണന്റെ പാദങ്ങൾ വരച്ചിട്ട് ഞാൻ പോയിക്കോളാമേ. ഇങ്ങ് തന്നേക്കും. എല്ലാ വർഷവും നീ തന്നെ അല്ലായിരുന്നു ഈ ജോലിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്? ഞാൻ രാവിലെ അത് ഓർക്കുകയും ചെയ്തു. പിന്നെ ഇതുവരെ നിന്നെ കാണാത്തത് കൊണ്ടാ ഞാൻ തന്നെ ഇത് ചെയ്യാന്ന് വെച്ചേ. ശരി മോളെ, ഞാൻ ചിക്കുവിനെ വിളിക്കാം. അർജുൻ അവനെ റെഡിയാക്കാൻ വേണ്ടി മുകളിലേക്ക് കൊണ്ടുപോയിരിക്കാം. ശരി.